എന്താ മിണ്ടാത്തത് നിങ്ങൾ? ആരും പറഞ്ഞു തരുന്നില്ല. ഇതാണ് ഹിന്ദുക്കളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കരുത്തുള്ള, ശക്തിയുള്ള, പ്രാപ്തിയുള്ള, ധൈര്യമുള്ളൊരു മനസ്സിനെ നമ്മൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താണ്? മനസ്സ് ദുർബലമാണെങ്കിൽ എല്ലാവരും പറയുമോ എനിക്കൊന്നിനുള്ള ധൈര്യമില്ല, എനിക്കൊന്നിനുള്ളൊരു കഴിവില്ല, എന്നും ദുർബലരായിട്ട് ജീവിക്കും അല്ലേ? നിങ്ങൾ നോക്കൂ, ഭഗവത്ഗീതയിൽ അർജുനൻ യുദ്ധക്കളത്തിൽ തളർന്ന്, അപ്പോൾ അർജുനൻ്റെ മനസ്സ് വളരെ ദുർബലമായി തളർന്നു പോയി. പക്ഷെ ഗീതോപദേശത്തിലൂടെ അർജുനൻ്റെ മനസ്സിനെ കൃഷ്ണൻ ഉയർത്തിയെങ്കിൽ ഏത് മനസ്സിനും അവരുടെ ദുർബലതകളിൽ നിന്നും ഉയരാനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും ഉള്ളതുകൊണ്ടല്ലേ. ഇത് അർജുനന് മാത്രമാണോ അതോ എല്ലാവർക്കും ഉള്ളതാണോ? പറയൂ. അപ്പം പിന്നെ ഇവിടെ ദുഃഖിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം ദുഃഖിച്ചിരിക്കുന്ന ആളുകൾ ആ ദുഃഖത്തിൽ നിന്നും പുറത്ത് കടക്കാൻ നിരന്തരമായി എന്തെങ്കിലും പരിശീലിക്കാതെ എവിടെയെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദുഃഖം മാറുന്നുള്ളത്? പ്രാർത്ഥനയാണോ വേണ്ടിയിരുന്നത്? പരിശീലനമാണോ വേണ്ടിയിരുന്നത്? എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തരണം. എന്താണ് വേണ്ടത്? അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ പറയുന്നത്? ആണോ? പരിശീലിക്കാൻ പറയുന്നുണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇല്ല, കാരണം നമ്മളും പഠിച്ചിട്ടില്ല. ഇവിടെയാണ് നമുക്ക് ഭാഗവതമൊന്നും പ്രോപ്പർലി ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പം നമ്മൾ ഹിന്ദുവായി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദുവിൻ്റെ സംസ്കാരമൊന്നും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതിയത്? കഥകളൊക്കെ അറിയാം, നമുക്ക് കഥകളറിയാം. പക്ഷേ കഥ എങ്ങനെയാണ് ജീവിതമാക്കേണ്ടത്, ആ കഥയുടെ പിന്നിലുള്ള സന്ദേശം എന്താണ്? രാമായണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, രാമതത്വം എന്നൊരു വാക്കുണ്ട്. ഏതാണ് ആ രാമതത്വം? ഇതുപോലെ ഈ കഥയിലെ തത്വം എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇത്ര അധപ്പതിച്ചു പോയത്. നിങ്ങൾ നോക്കും, മറ്റ് മതങ്ങൾ ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിൽ വഖഫ് ബില്ല് ചർച്ച ചെയ്യായിരുന്നു. 2-3 മണിക്കാണ് അവസാനം ബില്ല് പാസ്സാക്കാൻ പറ്റിയത്. അപ്പം നിങ്ങൾ നോക്കൂ, ഈ വഖഫ് ബില്ലൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്തൊരു അവരുടെ ആ ഒരു കൂട്ടായ്മയും അവരുടെ ആ യോജിപ്പും. എന്നാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളില്ല, ഇത്തരത്തിലുള്ളൊരു യോജിപ്പില്ല. മനസ്സിലാവുണ്ടല്ലോ? ഹിന്ദുക്കൾ എന്തുകൊണ്ട് അങ്ങനെയായി? കാരണം നമ്മൾ വെറും ഹിന്ദു എന്ന നാമധാരി എന്നതിന് അപ്പുറം നമ്മൾ വളർന്നിട്ടില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും വെറുതെ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ചോ അറിയുന്നവർ വളരെ കുറവാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ അല്പം ഒരു താല്പര്യം ഇതിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? വെറുതെ കുറെ ജപിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ കാര്യങ്ങളെ അറിഞ്ഞ് ജപിച്ചാൽ, അത് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് തെളിയിക്കാൻ പറ്റും, ഒരു പക്ഷിയെപ്പോലെ എനിക്കും എൻ്റെ ദുഃഖങ്ങളെ, വിഷമങ്ങളെ കുടഞ്ഞു കളയാൻ സാധിക്കും. ഇതൊന്നും അലട്ടാത്ത, ഇതൊന്നും ബാധിക്കാത്ത ഒരു മനസ്സ് വാർത്തെടുക്കാൻ എനിക്കും അവർക്ക് പറയൂ. അങ്ങനെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ ഗ്രന്ഥം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും കാലം ഭക്തിയൊക്കെ കൊണ്ട് നടന്നിട്ടും കറണ്ടിൽ അവസാനം കണ്ടില്ലേ, എന്തൊരു ദുരിതമായിരുന്നു അവരുടെ ജീവിതം, കഷ്ടപ്പെട്ട് മരിച്ചു എന്നൊക്കെ കേൾക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലതും അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും മാനസികമായ ഒരു ബലം നേടാൻ, ധൈര്യം നേടാൻ, ശക്തി നേടാൻ, ഊർജം നേടാൻ അവർക്ക് സാധിച്ചില്ല. അവർ യാന്ത്രികമായി പലതും ചെയ്തു. എങ്ങനെ യാന്ത്രികമായി. ഇപ്പം നമ്മുടെ വീട്ടിൽ ടേപ്പ് റെക്കോർഡർ ഉണ്ടെങ്കിൽ, ഇപ്പോഴൊക്കെ CD പ്ലെയറാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മൊബൈൽ വെച്ചിട്ട്, ഈ മൊബൈലിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങളൊരു വിഷ്ണു സഹസ്രനാമം വയ്ക്കണം. അത് നല്ല രീതിയിൽ വിഷ്ണു സഹസ്രനാമം വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു എന്നൊക്കെ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ താഴെ വീണത് കേടുവന്നാൽ ഈ ജന്മം പിന്നെ വിഷ്ണു സഹസ്രനാമം അതൊന്നും വരില്ല. സംഭവം കേടുവന്നു, മൊബൈൽ കേടുവന്നു, അത് വർക്ക് ചെയ്യുന്നില്ല, ഓണാവുന്നില്ല. പിന്നെ അതിൽ എന്ത് യൂട്യൂബ് ഉണ്ടായിട്ടും വല്ല കാര്യമുണ്ടോ? പറയൂ. ഇതുപോലെ നമ്മൾ കുറേ നാമം ജപിച്ചു, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളോ
വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമ്മൾ തളർന്നു പോയാൽ ഈ നാമങ്ങളൊന്നും നമുക്ക് ഒരു തരത്തിലും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ആ നാമജപം കൊണ്ട് എന്താണ് കാര്യമുള്ളത്? അപ്പം എന്തിനാണ് ഞാൻ നാമം ജപിക്കുന്നത്? മനോബലം വർദ്ധിപ്പിക്കാൻ, മനഃശക്തി വർദ്ധിപ്പിക്കാൻ, മനോധൈര്യം വർദ്ധിപ്പിക്കാൻ. ഇതിനെ പറയുന്ന വാക്കാണ് ആത്മബലം, ആത്മശക്തി, ആത്മധൈര്യം. ഒന്ന് പറയൂ എല്ലാവരും. ആത്മബലം, ആത്മശക്തി, ആത്മധൈര്യം, ഇതൊക്കെ വർദ്ധിപ്പിക്കാനാണ് ഞാൻ ഇതെല്ലാം അനുഷ്ഠിക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും, അനുഷ്ഠാനം മുന്നോട്ട് പോകും തോറും നമ്മളിലെ മനോബലത്തിൻ്റെ ശക്തി എന്ത് ചെയ്യണം? കൂടിക്കൂടി വരണം. അങ്ങനെ കൂടുന്നുണ്ടോ? ഉണ്ടില്ല എന്നല്ലോ. അങ്ങനെ കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട്. അതെന്തുകൊണ്ട് കൂടുന്നില്ല, എന്തുകൊണ്ട് കൂടുന്നു, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെയൊക്കെയാണ് ഇതിൻ്റെ പഠനങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. നോക്കൂ, ഇതൊന്നും വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ നമുക്കിന്ന് സിസ്റ്റങ്ങളില്ല. ഇപ്പം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അവർക്ക് മദ്രസകളുണ്ട്, അവരുടെ മതത്തെ കൃത്യതയോടെ പഠിപ്പിക്കാനായിട്ട്, ഇല്ലേ? ഉണ്ടോ? ക്രിസ്ത്യൻസിനുമുണ്ട് അവർക്ക് സൺഡേ ക്ലാസ്സുകൾ. ഹിന്ദുക്കൾക്ക് അങ്ങനെ യാതൊരു ക്ലാസ്സും ഇല്ല. പിന്നെ ഉള്ളത് 2 ബോധമില്ലാത്ത അച്ഛനും അമ്മയാണ്. ക്ലാസ്സും ഇല്ല. പിന്നെ ഉള്ള അച്ഛനാണെങ്കിൽ വൈകുന്നേരം ക്ലാസ്സിലുമാണ്. മനസ്സിലായില്ലേ? അമ്മയാണെങ്കിൽ ഗീതാ ക്ലാസ്സിലും യോഗ ക്ലാസ്സിലുമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ കുട്ടികൾ കാണുമ്പോൾ കുറേ കഴിഞ്ഞ് അവർ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ആ ഒരു പഠന സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഇത് പഠിക്കണം. അപ്പം നിങ്ങളൊക്കെ കുറച്ച് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ഭാഗവതത്തെ വെറുതെ വായിക്കാതെ, വെറുതെ കുറേ നാരായണീയം വായിച്ചു പോവാതെ കുറച്ച് ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊന്ന് നമ്മൾ പറയൂ പഠിച്ചെടുക്കണം. അപ്പം മനസ്സാണ് വിഷയം. ഇതെപ്പോഴും ഓർക്കണം. ഹിന്ദുമതത്തിൻ്റെ വിഷയം എന്താണ്? മനസ്സാണ്. അപ്പം മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മനസ്സിന് 4 ലെയറുകളുണ്ട്. ലെയർ എന്ന് പറഞ്ഞാൽ അതിന് ഭാഗങ്ങളുണ്ട്. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. കേട്ടില്ലേ? വയറിൽ നമുക്കറിയാം, നമുക്ക് വൻകുടലുണ്ട്, ചെറുകുടലുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ മനസ്സിനും നമുക്ക് 4 തലങ്ങളുണ്ട്, ബോധതലങ്ങളുണ്ട്. ഏതൊക്കെയാണ് മനസ്സിൻ്റെ 4 ബോധതലങ്ങൾ? കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ? ഏതൊക്കെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സിൻ്റെ 3 ബോധതലങ്ങൾ ഏതൊക്കെയാണ്? 4ാമത്തത് വിട്ടോളൂ. 3 ബോധതലങ്ങൾ ഏതൊക്കെയാണ്? അറിയുന്നവർ പറയൂ. ബുദ്ധി, ചിത്തം, അഹങ്കാരം, അങ്ങനെയൊന്ന്. പിന്നെ ഏതെങ്കിലും? ബോധമനസ്സെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏതൊക്കെയാണ്? ബോധമനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, പിന്നെ ഏതാണ്? അബോധ മനസ്സുണ്ട്. ഏതാണ്? എന്താ ഈ ബോധമനസ്സ്? ഇപ്പം ഞാൻ നിങ്ങളോട് സംവദിക്കുന്നതും നിങ്ങൾ എന്നെ കേൾക്കുന്നതൊക്കെ ഏത് മനസ്സുകൊണ്ടാണ്? അത് ബോധമനസ്സാണ്. അപ്പോൾ ബോധമനസ്സ് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ കാണുന്ന അല്ലെങ്കിൽ ലോകത്തിലുള്ള അറിയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മനസ്സിൻ്റെ പേരാണ് ബോധമനസ്സ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചിന്തകൾ, അത് നമ്മളെ അലട്ടുന്നു. അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ പോപ്പപ്പ് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിൽ അങ്ങനെ പൊങ്ങി വരുന്നു. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊന്നിനെക്കുറിച്ച് മനസ്സ് ചിന്തിക്കുന്നു. ഇപ്പം നാമം ചൊല്ലുന്ന സമയത്ത് വേറൊന്നിനെക്കുറിച്ച് മനസ്സ് ചിന്തിക്കുന്നു. ഇപ്പോൾ ഒരു വശത്ത് നമ്മൾ നാമം ചൊല്ലുന്നു, അത് ബോധമനസ്സുകൊണ്ടാണ് ചൊല്ലുന്നത്. ആ സമയത്ത് വേറൊന്ന് ചിന്തിക്കുന്നത്, ആ മനസ്സിൻ്റെ പേരാണ് ഉപബോധ മനസ്സ്. ഏതാണ്? ഉപബോധ മനസ്സ്. അപ്പം നമ്മളിൽ ബോധമനസ്സിനൊപ്പം തന്നെ ഏതും വർക്ക് ചെയ്യും? ഉപബോധ മനസ്സും വർക്ക് ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം
ശ്രദ്ധ എവിടേക്കെങ്കിലും പോയാൽ, ശ്രദ്ധ എവിടേക്കെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപബോധ മനസ്സ് വേറെന്തോ ഒന്ന് ചിന്തിക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മറന്നുപോയി. പിന്നീടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എവിടെയോ എന്തോ ശ്രദ്ധ വന്നു, അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒരുത്തൻ ചാടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ബ്രേക്കാണെന്ന് തോന്നിയത്, പക്ഷേ ബ്രേക്ക് ആയിരുന്നില്ല, കൊടുത്തത് ആക്സിലേറ്ററിലാണ്. പിന്നെന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്നിട്ട് നമ്മൾ പറയും ആക്സിഡൻ്റ് ആയെന്ന്. അപ്പോൾ ആ ആക്സിഡൻ്റ് ആയതിൻ്റെ കാരണം എന്താണ്? ബോധത്തിലായിരുന്നില്ല ആ സമയത്ത് മനസ്സ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോഴേക്കും ആര് പൊങ്ങി വന്നിരുന്നു? ഉപബോധ മനസ്സ് എന്തോ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ശ്രദ്ധ അതിലേക്ക് പോയപ്പോൾ പെട്ടെന്നൊരു കാര്യം, ഒരു അപകടം വരുമ്പോൾ ബ്രേക്കാണ് ഞാൻ അമർത്തേണ്ടത്, ബ്രേക്ക് നടുവിലാണ് എന്ന ചിന്തകളൊക്കെ നമ്മളിൽ നിന്നും മറന്നുപോയി. അല്ലെ? എങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ആണോ അല്ലയോ? അപ്പോൾ ഈ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം പ്രായം കൂടുന്തോറും കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? കൂടുക. അതെന്തുകൊണ്ടാണ് കൂടാൻ കാരണം? കാരണം അടിഞ്ഞുകൂടിക്കിടക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ, ആകർഷിച്ച് ഉണ്ടാക്കിയ ചിന്തകളൊക്കെ മനസ്സിലങ്ങനെ ഓർമ്മകളായി കെട്ടിക്കിടക്കും. അറിഞ്ഞത്, അനുഭവിച്ചത്, ആസ്വദിച്ചത്, ആഗ്രഹിച്ചത് ഒക്കെ എവിടെ കിടക്കും? മനസ്സിലങ്ങനെ ഓർമ്മകളായി. ഈ ഓർമ്മകളാണ് ഉപബോധ മനസ്സ്. അത് വീണ്ടും വീണ്ടും നമ്മൾ എന്തു ചെയ്യും? ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആര്? ഇന്ന് വരെ ലോകത്തിൽ ഈ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചിന്തകളെ മാറ്റാൻ ഒരു മരുന്നും കണ്ടെത്തിയില്ല. അപ്പം അങ്ങനെ ഒരു മരുന്ന് ആരെങ്കിലും കണ്ടെത്തിയെന്ന് വിചാരിക്കുക. ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ ഉള്ളിലുള്ള ചിന്തകൾ മുഴുവൻ അപ്രത്യക്ഷമാക്കുന്ന ഒരു മരുന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ പോയി മേടിക്കുമോ? പറഞ്ഞത് കേട്ടില്ല. അതായത് ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചിന്തകളെ മുഴുവൻ കളയാനായി ഒരു മരുന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ പോയി ക്യൂ നിൽക്കുമോ? ഇല്ല. അങ്ങനെ ഒരു മരുന്നിന് പോയി വാങ്ങിക്കാൻ പോവോ? ഇല്ല, മേടിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്ത കളയുന്നൊരു മനസ്സ്, ഒരു മരുന്ന് വന്നു വിചാരിക്കുക. പക്ഷെ ഒരു ടാബ്ലറ്റിന് മിനിമം 10,000 രൂപയാണ് വിചാരിക്കുക. എന്നാലും ആളുകൾ പോയി വാങ്ങിക്കുമോ? വാങ്ങിക്കില്ല. അത് വാങ്ങിച്ച് കഴിച്ചവർ പറയാം, ഓ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു വിചാരമില്ല, എല്ലാ ചിന്തകളും പോയി എന്ന് പറയുമ്പോൾ ഒന്ന് വാങ്ങിക്കാൻ നിങ്ങൾക്കൊരു തോന്നൽ വരില്ലേ? വരുമോ ഇല്ലയോ? പക്ഷെ ഇന്ന് വരെ ചിന്തകളെ എടുത്തു മാറ്റാൻ ഒരു മരുന്നും കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് ചിലർ രാത്രി 2 അടിച്ച് കിടക്കുന്നത്. കാരണം 2 അടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയൊക്കെ മരവിക്കും. അപ്പോൾ വേണ്ടാത്ത ചിന്തകളൊന്നും വരില്ല. അങ്ങനെയാണ് ഈ കള്ളിനോട് ഇത്ര ഒരു പ്രിയം വരുന്നത് ആൾക്കാർ. സത്യത്തിൽ കള്ളിനോടുള്ള താല്പര്യം കൊണ്ടല്ല പലരും കള്ള് കുടിക്കുന്നത്, ഒരുറക്കം കിട്ടാൻ വേണ്ടിയിട്ടും അല്ലേ? ചിലർ ആളുകൾ അങ്ങനെ ആണ് അതിന് അഡിക്റ്റഡ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഉള്ളിലുള്ള ചിന്തകളെ അവർക്ക് എടുത്തു മാറ്റാൻ പറയൂ പറ്റുന്നില്ല. ആ ഉള്ളിലുള്ള ചിന്തകളാണ് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. ആണോ അല്ലേ ഞാൻ പറയുന്നത്? ശരിയല്ലേ പറയുന്നത്? അപ്പോൾ ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി പ്രായം കൂടുന്തോറും കൂടെ വരണം. ഉപബോധ മനസ്സിൻ്റെ ശക്തി പ്രായം കൂടുന്തോറും കൂടി വരും. ബോധ മനസ്സിൻ്റെ ശക്തി കുറഞ്ഞു വരും. ചെറുപ്പത്തിലോ ബോധ മനസ്സിൻ്റെ ശക്തി കൂടുതലാണ്, ഉപബോധ മനസ്സിൻ്റെ ശക്തി. പക്ഷെ ആ സമയത്ത് വേണ്ടാത്തതെല്ലാം ചെയ്ത്, വേണ്ടാത്തതെല്ലാം ചിന്തിച്ചു കൂട്ടി, വേണ്ടാത്ത ചിന്തകളൊക്കെ അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് അടിഞ്ഞുകൂടി. ഇപ്പം നോക്കൂ, കുട്ടികളൊക്കെ മൊബൈൽ ഒരുപാട് അഡിക്ഷനാണ്. ഇതൊക്കെ കുട്ടികൾ അറിയുന്നില്ല, അവരുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നാളെ സ്വപ്നങ്ങളായും പലതായിട്ടും വന്ന് കുറേ കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ബോധ മനസ്സിൻ്റെ ശക്തി വളരെ കുറവാണ്. അതിൻ്റെ തെളിവ് നോക്കൂ നിങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളിൽ എത്രയോ വിദ്യാഭ്യാസം, നമ്മൾ വിചാരിച്ചത് എന്താണ്? വിദ്യാഭ്യാസം കൂടുന്തോറും മെച്യൂരിറ്റി കൂടുന്നല്ലേ? അല്ലേ? എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ. പണ്ടൊക്കെ നമ്മൾ ഒരു ആത്മഹത്യ എന്നൊക്കെ ഉള്ളത് വളരെ കുറവ് കേൾക്കുന്നൊരു കാര്യമായിരുന്നു. ആണോ?
അല്ലെങ്കിൽ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വല്ല അത്രയും തേർഡ് ഗ്രേഡ് ആളുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഭാര്യയെ കൊല്ലുന്നതൊരു ഫാഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഭർത്താവിനെ കൊല്ലുക, ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുക. മനുഷ്യന് കൊല്ലാനും മരിക്കാനും ലജ്ജയില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ആണോ അല്ലയോ? എന്ന് നോക്കൂ, നിങ്ങൾ പത്രം നോക്കിയാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ വെട്ടിക്കൊല്ലുന്നു കൂടെയുള്ളവരെ, കള്ളു കുടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു. ഒരു കൊല്ലുക എന്നൊക്കെ പറയുന്നത് അവൻ്റെ ഉള്ളിൽ അത്ര നിർജീവമായിപ്പോയി. അല്ലേ? ശരിയല്ലത്? മനസ്സൊരു നിർജീവമായി പോയത്. ഒരു കാരുണ്യം, ദയ, വാത്സല്യം ഇതൊന്നും. നമുക്ക് കടബാധ്യത വന്നിട്ട് പിഞ്ചു കുട്ടിയുടെ കഴുത്ത് അമർത്തി അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന്, ഭാര്യയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന ആളുകളില്ലേ ഇന്ന്? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? അപ്പം നോക്ക്, ഇത്രയും ക്രൂരതയിലേക്ക് മനുഷ്യൻ ഉയർന്നതിന് കാരണം അവൻ്റെ ഉപബോധ മനസ്സ് അവനെക്കൊണ്ട് അതെല്ലാം ചെയ്യിക്കുമ്പോൾ അവൻ്റെ ബോധ മനസ്സിന് ഇതൊക്കെ മറികടക്കാൻ പറ്റും, ഇതിനൊക്കെ ഒരു വഴി ഉണ്ടാവും എന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല. അത് തന്നെ മനസ്സിലാക്കാലോ. വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ കുറേ ഡിഗ്രികൾ എടുത്തത് കൊണ്ടോ വലിയ പൊസിഷനിലിരുന്നത് കൊണ്ടൊന്നും മനുഷ്യനൊരിക്കലും മാനസികമായി ഉയരുന്നില്ല. വിദ്യാഭ്യാസം കൊണ്ടൊക്കെ നേരെയാവുമെന്ന് കരുതിയ നമ്മൾ ഇന്ന് കാണുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യാഭ്യാസമില്ലാത്തവരെക്കാൾ അധപ്പതിച്ചിരിക്കുന്നത്. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ? വിദ്യാഭ്യാസമുള്ളവരെക്കാൾ വിദ്യാഭ്യാസമില്ലാത്തവരെക്കാൾ ഇക്കണക്കിന് വിദ്യാഭ്യാസം ഇല്ലാത്തതായിരുന്നു നന്നായത്. കാരണം പണ്ട് കൂട്ടുകുടുംബങ്ങൾ എത്ര സന്തോഷത്തിൽ ജീവിച്ചിരുന്നു, ഇല്ലേ? ഇത്രയും സൗകര്യങ്ങളില്ലാതെ നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? വീട്ടിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നോ? അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നോ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വെള്ളം കയറുന്ന മോട്ടറുകൾ ഉണ്ടായിരുന്നോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? അന്നും മനുഷ്യൻ ജീവിച്ചിരുന്നില്ലേ? സന്തോഷമായിട്ട് ജീവിച്ചിരുന്നില്ലേ? ഉറക്കെ പറയൂ. അന്നെന്തേ കൂട്ടക്കൊലയൊന്നും ചെയ്യാൻ തോന്നാതിരുന്നത്? അന്ന് മനുഷ്യത്വം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അപ്പം ഇന്ന് വിദ്യാഭ്യാസം ഇത്രയൊക്കെ ഉണ്ടായിട്ടും മനുഷ്യത്വം മനുഷ്യരിൽ പറയൂ നിങ്ങൾ കുറഞ്ഞു വരിക. അപ്പം വിദ്യാഭ്യാസം കൊണ്ടൊന്നും മനസ്സിന് നേരെയാക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഒരു ഇൻ്റലക്ച്വൽ ഇൻഫർമേഷൻ കൂട്ടുന്നു എന്നല്ലാതെ, ഞാൻ മേ ബി ടെക്നിക്കലി ഞാൻ വളരെ ഫ്ലുവൻ്റ് ആയിരിക്കാം, എനിക്കൊരു കാര്യത്തിൽ വളരെ കഴിവുണ്ടായിരിക്കാം, പക്ഷേ മനസ്സിൽ അല്പം പോലും സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് കഴിവുണ്ടായിട്ടും. നിങ്ങൾ കഴിഞ്ഞ ഒരു മാസം ഞാൻ ഗുരുവായൂരിൽ സപ്താഹം നടത്തുമ്പോഴാണ് ആ ഒരു ന്യൂസ്. കേരളത്തിലൊരു വളരെ ഈ ഫേമസ് നെഫ്രോളജിസ്റ്റ് ഉണ്ട് കൊച്ചിയിൽ, വൺ ഓഫ് ദ ലീഡിങ് നെഫ്രോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പലപ്പോഴും ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ 2-3 വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണെന്ന്, ഡോക്ടർ ഗംഗാധരൻ ഓങ്കോളജിസ്റ്റും, അതുപോലെ തന്നെ ഈ ഡോക്ടർ മരിച്ചുപോയ ജോസഫ്, അങ്ങനെ 1-2 ആളുകളുണ്ട്, എഫിഷ്യൻ്റ് ആളുകളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ ഒരു വർഷം അദ്ദേഹം വാങ്ങിച്ചു കൂട്ടുന്ന 40 ലക്ഷം 50 ലക്ഷം 1 കോടിയുടെ അടുത്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. 1 കോടിയുടെ അടുത്ത്. അങ്ങനെയുള്ള ഒരാൾ വീട്ടിൽ മെർസിഡീസ് ബെൻസ് BMW അതുപോലെ തന്നെ ഓടി അത് ഇത് ഇല്ലാത്ത കാറുകളില്ലേ, കാരണം കണ്ടമാനം പൈസയുണ്ടേ. ആ മനുഷ്യനാണ് തൂങ്ങി മരിച്ചത്. വായിച്ചില്ലേ പത്രത്തിലൊരു ദിവസം? വായിച്ചില്ലേ? അപ്പോൾ ഇത്രയും സമ്പത്തും ഇത്രയും അറിവും ഇത്രയൊക്കെ ഉണ്ടായിട്ടും പ്രാക്ടീസൊക്കെ ഉണ്ടായിട്ടും എവിടെയോ തന്നെ അലട്ടുന്ന ഒരു മനോവേദനയിൽ നിന്നും ഈ അറിവോ ഈ പ്രൊഫഷണലിസമോ ഈ സ്കില്ലൊന്നും ആളെ ഉയർത്താൻ ഉണ്ടായില്ല. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പറയൂ നിങ്ങൾ. അപ്പോൾ വെറും വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അന്വേഷണം വേണ്ടേ? എങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചിന്തകളിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യന് പുറത്ത് കടക്കാൻ സാധിക്കുക? അങ്ങനെ ചിന്ത വേണ്ടേ? നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഉറക്കെ പറയൂ. അപ്പം നമ്മളെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൽ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന
വേണ്ടാത്ത ചിന്തകളിൽ നിന്നും എങ്ങനെയാണ് ഉയരേണ്ടത്, എങ്ങനെയാണ് ബോധമനസ്സിനെ മുന്നോട്ട് നയിക്കാൻ കരുത്തും ശക്തിയും ഉള്ളതാക്കി തീർക്കേണ്ടത്. അങ്ങനെ ഒരു അന്വേഷണം വേണോ വേണ്ടയോ? അതിനെന്തെങ്കിലും ഒരു പഠനമോ ആരെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അങ്ങനെ മനുഷ്യൻ്റെ ബോധമനസ്സിനെ കരുത്തുള്ളതാക്കാൻ, കൂടുതൽ ഊർജമുള്ളതാക്കാൻ നമുക്ക് വഴി കാണിക്കുന്ന ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ പ്രസക്തി അത്രയുണ്ടെന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ നമുക്ക്, ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചുറ്റുപാടുകളെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, കേവലം വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ പക്വതയും മനോബലവും ഉള്ള ഒരാളായി മാറുന്നില്ല, മറിച്ച് കൂടുതൽ മൃഗമായി തീരുന്നുണ്ടോ എന്നൊരു സംശയം, മൃഗത്തെക്കാളും മോശമാവുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഇന്ന് വരെ ഒരു പശു അതിൻ്റെ കുട്ടിയെ വിഷം കൊടുത്ത് കൊന്നിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചിട്ട് കൊന്നിട്ടോ പശു ഒരിക്കലും ആത്മഹത്യ ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടോ? പട്ടികൾ ആത്മഹത്യ ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പട്ടി ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടി ചത്തുപോയത് വല്ല ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ക്രോസ് ചെയ്ത സമയത്ത് തട്ടിപ്പോയി എന്നല്ലാതെ അത് പോയി ചാടി ചത്തിട്ടുണ്ടാവില്ല. ഉണ്ടാവുമോ? അബദ്ധത്തിൽ പോയി വീഴുന്നതായിരിക്കും. ആണോ അല്ലയോ? എന്നാൽ നോക്കൂ, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ട്രെയിനിൻ്റെയൊക്കെ മുന്നിൽ പോയി തലവയ്ക്കാനും അല്ലെങ്കിൽ തൂങ്ങിച്ചാവാനും, പണ്ടൊക്കെ തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിഷമമായിരുന്നു. ഒരു കയറിൻ്റെ മുകളിൽ ജീവിതം തീർക്കണമല്ലോ. ഇന്ന് അതിനൊരു മടിയില്ല മനുഷ്യനായി കഴിഞ്ഞാൽ. എന്താ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മരിക്കാൻ പേടിയില്ലാത്തൊരു കാലഘട്ടത്തിലെ മനുഷ്യൻ പോയി എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഇതിങ്ങനെ വാർത്തകൾ കുമിഞ്ഞു കൂടി വരികയാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മനോവേദന, മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മനോവിഷമങ്ങൾ അവർക്ക് മരണത്തെ പോലും ഭയമില്ലാത്തതാക്കി തീർക്കുന്നു. അല്ലേ? അതല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുടെ ആ ബോധ മനസ്സിന് അതിനെ മറികടക്കാനുള്ളൊരു കഴിവും ശക്തിയും നേടിയെടുക്കാൻ, ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇത്തരം വേദനകൾ അവരുടെ ബോധമനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ ബോധമനസ്സിന് അതിന് മറികടക്കാനുള്ളൊരു കൂടെ വന്നില്ല. ഉപബോധ മനസ്സിൻ്റെ ഇത്തരം വേദനകൾ, ദുർബലതകൾ ബോധമനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. കാരണം ബോധമനസ്സിന് അതിനെ കുടഞ്ഞു കളഞ്ഞ് മറികടക്കാനുള്ളൊരു കഴിവും ശക്തിയും വേണ്ട രീതിയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ബോധമനസ്സിനെ കരുത്തുള്ളതാക്കാൻ, ബോധമനസ്സിനെ ശക്തിയുള്ളതാക്കാൻ ഒരു പരിശീലനമാണ് ഏത് തരുന്നത്? ഭാഗവതം തരുന്നത്. ഇപ്പോൾ ഒരു 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ നമ്മുടെ ബോധമനസ്സിൻ്റെ മനോബലം കൂടി വന്ന് ദുഃഖങ്ങളായാലും വിഷമങ്ങളായാലും വേദനകളായാലും ഇതൊന്നും കാര്യമായി നമ്മളെ അലട്ടില്ല. ആരെപ്പോലെ കുടഞ്ഞു കളയാം? ഒരു പക്ഷിയെപ്പോലെ. മഴ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം മഴയത്ത് നനഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് ചിറക് വിടർത്തി ആ വെള്ളമെല്ലാം കുടഞ്ഞു കളയുന്നത് പോലെ ദുഃഖ ദുരിതങ്ങളെയൊക്കെ നമുക്ക് മാറ്റി മനസ്സിനെ ഉയർത്താനുള്ളൊരു കരുത്ത് നേടാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ വേണോ? പറയൂ, നിങ്ങൾ പറയൂ. അതല്ലേ ഒരു ശ്രേഷ്ഠത? ആണോ? ഒരു പ്രശ്നങ്ങളും വരരുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അവർക്ക് പറയൂ. ഇപ്പം നിങ്ങളൊക്കെ കുട്ടികളുടെയൊക്കെ കല്യാണത്തിന് ജാതകം നോക്കി കല്യാണം കഴിക്കും അല്ലേ? എത്ര ജാതകം നോക്കി, നിങ്ങളൊക്കെ ജാതകം നോക്കി കല്യാണം കഴിച്ചവരല്ലേ? എന്നിട്ട് നല്ല പൊരുത്തത്തിലല്ലേ പോയത്? അതോ പൊരുതി അടിച്ചിട്ടാണോ പോണത്? അപ്പോൾ ഇന്ന് ആണെങ്കിൽ പണ്ടത്തേതിനേക്കാളും നോക്കൂ, മനുഷ്യൻ 3 ദുരന്തങ്ങളിൽ പെട്ടുപോയി ഇന്ന്. ഒന്ന്, അവനവൻ്റെ ഒരു സ്വാർത്ഥ സുഖത്തിലേക്ക് കുട്ടികൾ വളരെ വീണു പോവുകയാണ്. എൻ്റെ ലോകം, എൻ്റെ സുഖം. ആരും അതിലിടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആ മൊബൈലിൻ്റെ ഒരു കാരണം കൊണ്ട് അവരുടെ ഒരു ലോകത്തിലേക്ക് വളരെ ഉൾവലിഞ്ഞു പോയി. ഉണ്ടോ? അവർക്ക് പറയൂ. അതുപോലെ അവരിലുള്ള ഈഗോ, അഹങ്കാരം, അത് വളരെ തട്ടിക്കയറുന്നൊരു സ്വഭാവം, എടുത്തു ചാടുന്നൊരു സ്വഭാവം, ബഹളം വയ്ക്കുന്നൊരു സ്വഭാവം, ചീത്ത വിളിക്കുന്നൊരു സ്വഭാവം അവർക്ക് പറയൂ കൂടിക്കഴിഞ്ഞു. 3, അവർക്ക് എന്ത് തന്നെ എക്സ്ട്രീമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനും ഒരു മടിയില്ല. ചാവണമെങ്കിൽ അവർ ചാവാൻ തയ്യാറാണ്,
ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ അവർ കൂളായി ഇറങ്ങിപ്പോവും. ഒരു പേടിയില്ലാത്തവരായി മാറി. ആണോ അല്ലയോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇത്തരത്തിലുള്ളൊരു മാനസിക ഒരു വൈഷമ്യങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ നിങ്ങൾ പറയൂ, ജാതകം നോക്കി കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ജാതകത്തിൻ്റെ പ്രസക്തി പോയി. കാരണം ജാതകത്തിനൊക്കെ പ്രസക്തി എപ്പോഴാണ്? അച്ഛനും അമ്മയും പറയുന്നൊരു സമൂഹത്തിൽ, ബഹുമാനമുള്ളൊരു സമൂഹത്തിൽ, ഇല്ലേ, അല്പൊരു വിനയമുള്ള സമൂഹത്തിലൊക്കെയാണ് ഏതിന് പ്രസക്തി? ഞാൻ താൻ തോന്നിയാണ്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുള്ളൂ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എനിക്കൊന്നിനും പേടിയില്ല, അങ്ങനെയുള്ളൊരു ധാർഷ്ട്യവും അഹങ്കാരവും നിരുത്തരവാദിത്വവും ഉള്ളൊരു സമൂഹത്തിൽ ജാതകം നോക്കി കല്യാണം കഴിച്ചിട്ടും അവർക്ക് പറയൂ നിങ്ങൾ, പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്. അപ്പം നമുക്ക് വേണ്ടത് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. ബോധമനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം. പൊരുത്തപ്പെട്ടു പോവാനും മറ്റുള്ളവരോട് സഹകരിക്കാനും മറ്റുള്ളവരെ പോലും കൈപിടിച്ച് ഉയർത്താനും അതിന് അവനവനവനത്തിനത്തെ ആദ്യം ഉയർത്താനും. അപ്പം താനും ഉയരണം, മറ്റുള്ളവരെയും ഉയരണം, മറ്റുള്ളവരെ കരുതലുള്ളവരായി മാറണം. ഈ തരത്തിലുള്ളൊരു സംസ്കാരം, വിവേകം ഉള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഭാഗവതത്തെ വേണ്ട പോലെ പഠിക്കേണ്ടതുണ്ട്. അപ്പം നല്ലൊരു മനസ്സിനെ വാർത്തെടുക്കാൻ സാധിച്ചാലേ നല്ല വ്യക്തികളെയും നല്ല കുടുംബത്തെയും നല്ല സമൂഹത്തെയും വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം മനസ്സിനെ വാർത്തെടുക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിനെ ശക്തിയുള്ളതാക്കുക, ഏത് മനസ്സിനെ? ബോധ മനസ്സിനെ. ഉപബോധ മനസ്സിൻ്റെ ചിന്തകളൊന്നും അലട്ടാത്ത, നമ്മളെ വഴിതെറ്റിക്കാത്ത, എടുത്തുചാട്ടക്കാരാക്കാത്ത, അസ്വസ്ഥരാക്കാത്ത, മനസ്സിലായില്ലേ? ഒരു ഉപബോധ മനസ്സിൻ്റെ പിടിയിൽ നിന്നും ബോധ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ അതിനുള്ളൊരു മാർഗം ഭാഗവതം നമുക്ക് വ്യക്തമായി കാണിച്ചു തരാണ്. അപ്പോൾ നമുക്കിനി ഭാഗവതത്തിലൂടെ കടന്നു പോവാം. ഞാനൊരു ഇൻട്രോ എന്ന നിലയ്ക്ക് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടിരിക്കുന്നത് പരീക്ഷിത്ത മഹാരാജാവ് രാജ്യം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണ ചുമതല ഏൽപ്പിച്ച് ഇവിടെ പാണ്ഡവന്മാർ എങ്ങോട്ട് പോയി? മഹാപ്രസ്ഥാനത്തിന് പോയി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്, അല്ലേ? ഇന്നലെ അങ്ങനെയല്ലേ നിർത്തിയത്? ഓർമ്മയുണ്ടോ? പാണ്ഡവന്മാരെവിടെ പോയി? മഹാപ്രസ്ഥാനം. അതായത് അവരുടെ ജീവിതത്തിൻ്റെ അവസാന യാത്ര. അങ്ങനെ നടന്ന് നാമസ്മരണമൊക്കെ ചൊല്ലി പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു യാത്ര. അതായിരുന്നു പാണ്ഡവന്മാരുടെ ലാസ്റ്റ് സ്റ്റേജ്. അവരൊന്നും വീട്ടിൽ കൊട്ടാരത്തിൽ കടന്നല്ല മരിച്ചത്. അവരങ്ങനെ യാത്ര ചെയ്ത് തീർത്ഥാടനം പോലെ യാത്ര ചെയ്ത് അങ്ങനെ നാമജപം ചെയ്ത് ഓരോരുത്തരായി ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ പാണ്ഡവരവരുടെ ജീവിതം പൂർണ്ണമാക്കി. ഇവിടെയാണെങ്കിൽ നമ്മൾ കാണുന്നത് പരീക്ഷിത്ത ഭാരതം ഭരിക്കുന്ന രംഗാണ്. ഭാരതത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു ആര്? പരീക്ഷിത്ത മഹാരാജാവ്. പാണ്ഡവരൊക്കെ ഭരിക്കുമ്പോൾ ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പരീക്ഷത്തിൻ്റെ രാജ്യഭരണ സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെയുള്ള വെല്ലുവിളികളൊന്നും, മീൻസ് അന്നത്ര അധർമ്മികളായിട്ടുള്ള ആളുകളൊന്നും ഇല്ല. അവരെയൊക്കെ തീർത്തു. വളരെ ക്ലിയറാണ്, മനസ്സിലായില്ലേ? ഇപ്പം പാർലമെൻറ്റിൽ ഒരു പാർട്ടി തന്നെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് പാസ്സാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പ്രതിപക്ഷം കൂടി വരുമ്പോഴാണ് ഇത്തിരി ടഫാവുന്നത്, അല്ലേ? ആണോ? പ്രതിപക്ഷം കൂടി ഉള്ളപ്പോഴാണ് വളരെ ടഫാവുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ 2 മണിവരെ എം പിമാരിരുന്നിട്ടൊരു ബില്ല് ചർച്ച ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇടയ്ക്കിടയ്ക്ക് ചായയും കാപ്പിയും കൊടുത്തിട്ട് ഒരെണ്ണത്തിനെ എണീക്കാൻ സമ്മതിപ്പിച്ചില്ല. ഒരെണ്ണത്തിനെ എണീപ്പിക്കാൻ പറ്റിയില്ല. രാത്രി 3:30 ഇന്നലെ അവർ ആ ബില്ല് പാസ്സാക്കിയത്. അപ്പോൾ 3:30 വരെ ഉച്ചയ്ക്ക് തുടങ്ങിയ ഇരിപ്പാണ്, പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കാര്യം ഡിബേറ്റാണ്. അങ്ങനെ 3:30 വരെ അവരെ പിടിച്ചിരുത്തി പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു ശക്തി നോക്കൂ നിങ്ങൾ. അതിനുള്ളൊരു വിൽ പവർ വേണ്ടേ? വേണ്ടേ? അല്ലെങ്കിൽ വേറെ വല്ല രാജ്യത്തിലാണെങ്കിൽ പോയി പണി നോക്കാൻ പറയും. അതൊരിക്കലും അമേരിക്കയിൽ സാധ്യമല്ല, വേറെ ഒരു യൂറോപ്യൻ രാജ്യത്തിൽ സാധ്യമല്ല. എവിടെ സാധിക്കുള്ളൂ? ഭാരതത്തിൽ അത് സാധിക്കും. 3 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പരീക്ഷത്തിൻ്റെ ജീവിതത്തിൽ വെല്ലുവിളികളൊന്നുമില്ല. കാരണം ആരും ശത്രുക്കളില്ല. അങ്ങനെ പരീക്ഷത്തെ രാജ്യം ഭരിക്കണോ?
അതിൻ്റെ ഇടയ്ക്കൊരിക്കൽ പരീക്ഷിത്ത് മഹാരാജാവ് പ്രജകളുടെ ക്ഷേമം കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ ചുറ്റിക്കറങ്ങുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എന്താണ്? ഒരു പശുവും കാളയും. അതിൽ അവിടെയുള്ള പശു കരയുകയാണ്. കാളയാണെങ്കിൽ 3 കാലുകൾ തളർന്ന് ഒറ്റ കാലിൽ ഇങ്ങനെ നിൽക്കുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ നൊണ്ടി അങ്ങനെ ഞൊണ്ടി നിൽക്കുകയാണ്. അതിനൊരു ബലം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പരീക്ഷത്തിന് മനസ്സിലായി, ഈ കാളയെ ആരോ മനപൂർവ്വം ഉപദ്രവിച്ച് അതിൻ്റെ കാലൊക്കെ തല്ലി ഒടിച്ചിട്ടായിരിക്കാം. പാവം അതിന് കാലിലിങ്ങനെ, നമ്മൾ ഈ റോട്ടിലൊക്കെ കാണാറില്ലേ ചില സമയത്ത് കാലൊടിഞ്ഞ പട്ടികളെയൊക്കെ കാണാറില്ലേ? ഇപ്പോൾ 2 കാലൊക്കെ ഒടിഞ്ഞൊരു പട്ടിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. എങ്ങനെയത് നിൽക്കുക? 2 കാലൊടിഞ്ഞൊരു പട്ടിയുടെ അവസ്ഥ, അതിന് നിൽക്കാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കാളയ്ക്ക് 3 കാലുകളും ദുർബലമാണ്. ഒറ്റ കാലിലാണ് അതങ്ങനെ നിൽക്കുന്നത്. രാജാവിനത് കണ്ടപ്പോൾ ഒരു കരുണയും ആ കാളയോടൊരു ദയൊക്കെ തോന്നി. ആരീ ക്രൂരത ചെയ്തു എന്നുള്ള ഒരു രാജഭാവത്തിൽ, ശിക്ഷിക്കണം എന്നുള്ള ഭാവത്തിലൊക്കെ വന്നപ്പോൾ ഈ പശുവും കാളയും രാജാവിനെ തൊഴുതു. അപ്പം രാജാവിന് മനസ്സിലായി, ഇവർ സാധാരണ പശുവും കാളയും അല്ല. ആരാണ് ഈ കാളയും പശുവും? പറഞ്ഞു, ഈ പശു ഭൂമിദേവി ഗോരൂപമെടുത്ത് വന്നിരിക്കുകയാണ്. കാളയോ ആരാണ്? ധർമ്മദേവൻ. ആരാണ്? ധർമ്മം തന്നെ ഏത് രൂപത്തെ എടുത്ത് വന്നിരിക്കണോ? കാളയുടെ രൂപം. നിങ്ങളൊക്കെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട് അല്ലേ? അവിടെ കാളയെ മുന്നിൽ നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ നന്ദി എങ്ങനെയാണ് അവിടെ പ്രതിഷ്ഠിച്ച ആ ഒരു രൂപത്തെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നന്ദിയുടെ കാലുകളൊക്കെ എങ്ങനെയാണ് വെച്ചതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കാലുകളൊക്കെ വെച്ചിരിക്കുന്നത്? 4 കാലുകളും പുറകോട്ട് മടക്കിയിട്ടാണോ, അതോ ഒരു കാല് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ബാക്കി 3 കാലുകൾ മടക്കിയിട്ടാണോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാല് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ബാക്കി കാലുകളൊക്കെ മടക്കി, അങ്ങനെയാണോ? അതോ എല്ലാ കാലുകളും ഉള്ളിലേക്ക് മടക്കിയിട്ടാണോ? എങ്ങനെയാണ്? എല്ലാ കാലുകളും ഉള്ളിലേക്ക് മടക്കിയിട്ടാണോ? അല്ല, ഒരു കാല് മുന്നോട്ടും, മുന്നിലെ ഒരു കൈയുടെ ഒരു കൈ മുന്നോട്ടും ബാക്കിയെല്ലാം പിന്നോട്ടുമാണ് വെച്ചിട്ടുള്ളത്. അതെന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്?